അടുത്ത സ്റ്റെപ്പാണ് സെൻട്രൽ ഡോഗ്മ പറഞ്ഞത് ഓർമ്മയുണ്ടല്ലോ. ഡി എൻ എയുടെ തന്നെ കോപ്പി പ്രൊഡ്യൂസ് ചെയ്യുന്നത് റെപ്ലിക്കേഷൻ. അതിനുശേഷം ഡി എൻ എ ആർ എൻ എ ആയിട്ട് മാറുന്നു. ഡി എൻ എയിലെ ഇൻഫർമേഷൻ ആർ എൻ എ ആയിട്ട് മാറുന്നു. അതിനെ ട്രാൻസ്ക്രിപ്ഷൻ എന്ന് പറഞ്ഞു. ആ ആർ എൻ എ പിന്നീട് പ്രോട്ടീനെ കോഡ് ചെയ്ത് പ്രോട്ടീൻ സിന്തസിസ് നടത്തുന്നു. അതിനെ ട്രാൻസ്ലേഷൻ എന്ന് പറഞ്ഞു. ഇതാണ് സെൻട്രൽ ഡോഗ്മ എന്ന് പറഞ്ഞു. അപ്പോൾ നമ്മുടെ റെപ്ലിക്കേഷൻ കഴിഞ്ഞാൽ അടുത്ത സെൻട്രൽ ഡോഗ്മയിലെ പ്രോസസ്സാണ് ട്രാൻസ്ക്രിപ്ഷൻ. സോ വൺസ് ഡി എൻ എയുടെ കോപ്പി പ്രൊഡ്യൂസ് ചെയ്തതിന് ശേഷം അല്ലെങ്കിൽ ഡി എൻ എ ഡ്യൂപ്ലിക്കേറ്റ് ചെയ്തതിന് ശേഷം അതെവിടെയാണ്? ന്യൂക്ലിയസിൽ എസ് ഫേസിലാണ് സെൽ സൈക്കിൾ അല്ലെങ്കിൽ സെൽ ഡിവിഷൻ സമയത്ത് എസ് ഫേസിൽ വെച്ചിട്ടാണ് ഡി എയുടെ കോപ്പി പ്രൊഡ്യൂസ് ചെയ്തത്, ഡി എൻ എ സിന്തസിസ് നടന്നത്. അത് നമ്മൾ പറഞ്ഞു സെമി കൺസർവേറ്റീവാന്ന് പറഞ്ഞു. ആ ഡി എൻ എ റെപ്ലിക്കേഷൻ, ഡി എൻ എ കോപ്പി പ്രൊഡ്യൂസ് ചെയ്തതിന് ശേഷം പിന്നീട് നടക്കുന്നതാണ് ന്യൂക്ലിയസിൽ തന്നെ വെച്ചിട്ട് നടക്കുന്ന അടുത്ത പ്രോസസ്സാണ് സെൻട്രൽ ഡോഗ്മയിൽ പറയുന്ന ട്രാൻസ്ക്രിപ്ഷൻ. ട്രാൻസ്ക്രിപ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോപ്പിയിങ് ജനറ്റിക് ഇൻഫർമേഷൻ. ജനറ്റിക് ഇൻഫർമേഷൻ എവിടെയാണ് ഇരുന്നത്? ഡി എൻ എയിലാണ്. ഡി എൻ എ ഡ്യൂപ്ലിക്കേറ്റ് ചെയ്തെങ്കിലും ഡി എൻ എയുടെ ആ ഡ്യൂപ്ലിക്കേറ്റ് ചെയ്ത ഡി എൻ എയിൽ എന്ത് ജനറ്റിക് ഇൻഫർമേഷൻ ക്യാരി ചെയ്യുന്നുണ്ട്. സോ ഈ ജനറ്റിക് ഇൻഫർമേഷനെ കോപ്പി ചെയ്ത് ഡി എൻ എയിൽ നിന്ന് ആർ എൻ എ ആയിട്ട് മാറ്റുന്നതിനെയാണ് ട്രാൻസ്ക്രിപ്ഷൻ എന്ന് പറയുന്നത്. സോ ജനറ്റിക് ഇൻഫർമേഷൻ കോപ്പിയിങ് ഫ്രം ഡി എൻ എ ടു ആർ എൻ എ, ഡി എൻ എയിൽ നിന്ന് ആ ജനറ്റിക് ഇൻഫർമേഷൻ ആർ എൻ എയിലേക്ക് മാറ്റുന്നതിനെയാണ് ട്രാൻസ്ക്രിപ്ഷൻ എന്ന് പറയാം. അതൊരു മെസ്സഞ്ചർ ഫോമിലാണ് മാറ്റുന്നത്. ഡി എൻ എ ഇൻഫർമേഷൻ മെസ്സഞ്ചർ ആർ എൻ എ വഴിയാണ് ആ ഇൻഫർമേഷൻ പാസ് ചെയ്യുന്നത്. നമ്മുടെ അൾട്ടിമേറ്റ് എയിം എന്ന് പറയുന്നത് എന്താണ്? ഡി എൻ എയിലുള്ള ഇൻഫർമേഷൻ ഒരു പ്രോട്ടീനായിട്ട് പ്രൊഡ്യൂസ് ചെയ്യുക. അതായത് ഡി എൻ എയിലെ ഇൻഫർമേഷൻ, ഡി എൻ എയിലെ ആ പെർട്ടിക്കുലർ ക്യാരക്ടർ അല്ലെങ്കിൽ ട്രീറ്റ് എന്ന് പറഞ്ഞ ഇൻഫർമേഷൻ പ്രോട്ടീൻ സിന്തസൈസ് ചെയ്തിട്ട് മാറുക എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞിരുന്നു എന്താണ് അതിൻ്റെ അർത്ഥം? ഒരു ജീൻ എക്സ്പ്രസ്ഡ് ആവാണ്. ആ ഡി എൻ എയിലുള്ള ആ പെർട്ടിക്കുലർ സെഗ്മെൻറ്റ് അല്ലെങ്കിൽ ആ ട്രീറ്റിന് കാരണക്കാരായ ആ ജീൻ എക്സ്പ്രസ്ഡ് ആവുമ്പോഴാണ് ഒരു പ്രോട്ടീൻ സിന്തസൈസ് ചെയ്യുന്നത്. സോ ജീൻ എക്സ്പ്രഷൻ എന്ന് പറയുന്നത് എന്താ? പ്രോട്ടീൻ സിന്തസിസ് ആണ്. അപ്പോൾ നമ്മുടെ അൾട്ടിമേറ്റ് എയിം എന്ന് പറയുന്നത് എന്താണ്? ഒരു പ്രോട്ടീൻ സിന്തസൈസ് ചെയ്യാണ്. ഒരു ട്രീറ്റിന് കാരണമായിട്ടുള്ള ഒരു പ്രോട്ടീൻ സിന്തസൈസ് ചെയ്യുക എന്നുള്ളതാണ് അതിൻ്റെ അൾട്ടിമേറ്റ് എയിം. സോ ഈ ഇൻഫർമേഷൻ ഡി എൻ എയിൽ നിന്ന് ക്യാരി ചെയ്ത് ഒരു മെസ്സഞ്ചർ ആർ എൻ എ വഴിയാണ് പ്രോട്ടീനായിട്ട് സിന്തസൈസ് ചെയ്യുന്നത്. ഡി എൻ എക്ക് ഒരിക്കലും ഡയറക്റ്റായിട്ട് പ്രോട്ടീനെ സിന്തസൈസ് ചെയ്യാനായിട്ട് പറ്റില്ല. അതിന് വേണ്ടിയിട്ടാണ് ഇടയിൽ ഒരു കാരിയർ പോലെ ഒരു മെസ്സഞ്ചറായിട്ട് നമ്മുടെ ആർ എൻ എ ആക്ട് ചെയ്യുന്നത്. സോ ഡി എൻ എയിലുള്ള ജനറ്റിക് ഇൻഫർമേഷൻ മെസ്സഞ്ചർ ആർ എൻ എ വഴി അല്ലെങ്കിൽ ആ ഇൻഫർമേഷൻ ആർ എൻ എ വഴിയാണ് പ്രോട്ടീൻ സിന്തസായിട്ട് മാറുന്നത്. ബിക്കോസ് ഡി എൻ എക്ക് ഡയറക്റ്റായിട്ട് പ്രോട്ടീനെ സിന്തസൈസ് ചെയ്യാൻ സാധിക്കുന്നില്ല. സോ എങ്ങനെയാണ് ഡി എൻ എയിലെ ഇൻഫർമേഷൻ ആർ എൻ എ ആയിട്ട് മാറുന്നത്? അതാണ് ആ പ്രോസസ്സാണ് ട്രാൻസ്ക്രിപ്ഷൻ. സോ ഡി എൻ എ ടു ആർ എൻ എ എന്ന് പറഞ്ഞ ആ ഒരു പ്രോസസ്സ് ഇത് തന്നെയാണ് ജീൻ എക്സ്പ്രഷൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പ്. നമ്മുടെ പ്രോട്ടീൻ സിന്തസൈസ് എന്നുള്ളതാണ് ഞാൻ പറഞ്ഞ ജീൻ എക്സ്പ്രഷൻ. സോ ആ ജീൻ എക്സ്പ്രഷൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് എന്താണ്? ക്യാരിയിങ് ജനറ്റിക് ഇൻഫർമേഷൻ ഫ്രം ഡി എൻ എ ടു ആർ എൻ എ. സോ ഇറ്റ് ഈസ് എ ഫസ്റ്റ് സ്റ്റെപ്പ് ഓഫ് ജീൻ എക്സ്പ്രഷൻ. ഡി എൻ എ ടു ആർ എൻ എ എന്ന് പറഞ്ഞ പ്രോസസ്സാണ് ജീൻ എക്സ്പ്രഷൻ്റെ ആദ്യത്തെ സ്റ്റെപ്പ്. സോ ഇവിടെയും നമ്മുടെ റെപ്ലിക്കേഷൻ എന്ന് പറഞ്ഞ പ്രോസസ്സിൽ വർക്ക് ചെയ്ത പ്രിൻസിപ്പിൾ എന്തായിരുന്നു? ആ ടെംപ്ലേറ്റ് ആയിട്ടുള്ള ആ ഡി എൻ എ അല്ലെങ്കിൽ പാരൻ്റൽ സ്ട്രാൻഡ് ആയിട്ടുള്ള ഡി എൻ എയിൽ പുതിയ ഡോട്ടർ സ്ട്രാൻഡ് പ്രൊഡ്യൂസ് ചെയ്യുന്നു. ബേസ്ഡ് ഓൺ ആ പ്രിൻസിപ്പിൾ എന്താണ്? കോംപ്ലിമെൻറ്റാരിറ്റി ബേസ് പെയറിങ്. ടെംപ്ലേറ്റിലുള്ള ബേസുകളുടെ കോംപ്ലിമെൻ്ററി ബേസുകളാണ് ഡോട്ടർ സ്ട്രാൻഡിൽ പ്രൊഡ്യൂസ് ചെയ്തത്. അതേ ബേസ് പെയറിങ്, ആ കോംപ്ലിമെൻറ്റാരിറ്റി റൂള് തന്നെയാണ് നമ്മുടെ ട്രാൻസ്ക്രിപ്ഷനിലും വർക്ക് ചെയ്യുന്നത്. എന്താണോ ഡി എൻ എയുടെ ടെംപ്ലേറ്റ് സ്ട്രാൻഡിലുള്ളത് അതിന് കോംപ്ലിമെൻ്ററി ആയിട്ടുള്ള ആർ എൻ എ സ്ട്രാൻഡുകളാണ് പ്രൊഡ്യൂസ് ചെയ്യണത്. സോ ഇറ്റ് വർക്ക്സ് ഓൺ കോംപ്ലിമെൻറ്റാരിറ്റി പ്രിൻസിപ്പിൾ. ബേസ് പെയർ റൂള് എങ്ങനെയാണോ അത് തന്നെയാണ് നമ്മുടെ ട്രാൻസ്ക്രിപ്ഷനിലും. റെപ്ലിക്കേഷനിൽ പറഞ്ഞ പോലെ തന്നെ ട്രാൻസ്ക്രിപ്ഷനിലും അത് തന്നെയാണ് സംഭവിക്കുന്നത്. ഡി എൻ എയിൽ നിന്ന് ഡി എൻ എയുടെ കോപ്പി ഉണ്ടാവണ പോലെ ഇവിടെ ഡി എൻ എയിൽ നിന്ന് ആർ എൻ എയുടെ കോപ്പി ഉണ്ടാവുന്നതും ആ ബേസ് പെയർ റൂൾ അനുസരിച്ച്, കോംപ്ലിമെൻറ്റാരിറ്റി ഓഫ് ബേസ് പെയറിംഗ് അനുസരിച്ചാണ്. ഇവിടെ സംഭവിക്കുന്നത് ഡി എൻ എ കോപ്പി ഉണ്ടാക്കുമ്പോൾ അഡെനിൻ തൈമീനുമായിട്ടും ഗ്വാനിൻ സൈറ്റോസിനുമായിട്ടാണ് ബൈൻഡ് ചെയ്തിരുന്നത്. അഡെനിൻ, തൈമീൻ, ഗ്വാനിൻ, സൈറ്റോസിൻ അതാണ് ഡി എൻ എ സിന്തസിലുള്ള ഒരു റൂള്. എന്നാൽ ആർ എൻ എ വരുമ്പോൾ ആർ എൻ എ എന്താണ്? ഡബിൾ സ്റ്റാൻഡേർഡ് അല്ല, സിംഗിൾ സ്റ്റാൻഡേർഡ് ആണ്. അതുമാത്രമല്ല ആർ എൻ എയിലെ ന്യൂക്ലിയോടൈഡുകൾ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അവിടെ ആർ എൻ എക്ക്
എന്തില്ല? അഡനീനുണ്ട്, ഗ്വാനിനുണ്ട്, സൈറ്റോസിനുണ്ട്, പക്ഷേ തൈമീനില്ല. സോ തൈമീന് പകരം RNA എന്താണുള്ളത്? യുറാസിലാണ്. സോ ഇവിടെ RNA DNA ഇൻഫർമേഷൻ RNA ആയിട്ട് മാറുമ്പോൾ അഡനിൻ ആരുമായിട്ടാണ് പെയർ ചെയ്യുള്ളൂ? യുറാസിലുമായിട്ട് പെയർ ചെയ്യുള്ളൂ. DNA കോപ്പി ഉണ്ടാവുന്ന സമയത്ത് റെപ്ലിക്കേഷനിൽ അഡനിൻ ആരുമായിട്ടാണ് പെയർ ചെയ്ത്? തൈമിൻ. ബിക്കോസ് DNA തൈമിൻ. RNA തൈമിൻ ഇല്ല, പകരം എന്താണുള്ളത്? യുറാസിൽ. ഈ ഒരു വ്യത്യാസം മാത്രമേ DNA നിന്ന് DNA കോപ്പി ഉണ്ടാവുന്നതും DNA നിന്ന് RNA കോപ്പി ഉണ്ടാവുന്നതുള്ള വ്യത്യാസം. അഡനിൻ തൈമീനുമായിട്ട് പെയർ ചെയ്യുന്നതിന് പകരം അഡനിൻ ആരുമായിട്ട് പെയർ ചെയ്യും? യുറാസിൽ. ബിക്കോസ് RNA യുറാസിലേ ഉള്ളൂ, തൈമിനില്ല. അടുത്തത് റെപ്ലിക്കേഷൻ DNA നമ്മൾ ചെറിയൊരു കമ്പാരിസൺ പറയുകയാണെന്നുണ്ടെങ്കിൽ, റെപ്ലിക്കേഷൻ എന്ന് പറഞ്ഞ പ്രോസസ്സിൽ ടോട്ടൽ DNA ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യുന്നുണ്ട്. റെപ്ലിക്കേഷൻ എന്ന പ്രോസസ്സിൽ അവിടെയുള്ള ടോട്ടൽ എമൗണ്ട് ഓഫ് DNA ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യുന്നുണ്ട്. 2 പാരൻ്റൽ സ്ട്രാൻഡിൽ നിന്നും പുതിയ ന്യൂ ഡോട്ടർ സ്ട്രാൻഡ് റെപ്ലിക്കേഷനിൽ സംഭവിക്കുന്നുണ്ട്. അതായത് 2 സ്ട്രാൻഡും ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യുന്നുണ്ട്, 2 സ്ട്രാൻഡിനും പുതിയ DNA സിന്തസൈസ് ചെയ്യുന്നുണ്ട്. എന്നാൽ ഇവിടെ ട്രാൻസ്ക്രിപ്ഷനിലുള്ള പ്രത്യേകത, ഓൺലി 1 സെഗ്മെൻറ്റ് ഓഫ് DNA കോപ്പീഡ്. ഒരു സെഗ്മെൻറ്റ് മാത്രമേ DNA കോപ്പി ചെയ്ത് എന്തായിട്ട് മാറുന്നുള്ളൂ? RNA ആയിട്ട് മാറുന്നുള്ളൂ. റെപ്ലിക്കേഷനിൽ 2 പാരൻ്റൽ സ്ട്രാൻഡുകളും 2 ടെംപ്ലേറ്റ് സ്ട്രാൻഡുകളും ആക്ട് ആസ് എ ടെംപ്ലേറ്റ് ആൻഡ് പ്രൊഡ്യൂസ് ഒരു ഡോട്ടർ സ്ട്രാൻഡ്. 2 ടെംപ്ലേറ്റിൽ നിന്നും ഓരോ ഡോട്ടർ സ്ട്രാൻഡ് പ്രൊഡ്യൂസ് ചെയ്തിട്ടാണ് DNA മോളിക്യൂളുകൾ റെപ്ലിക്കേഷനിൽ ഉണ്ടാകുന്നത്. എങ്കിൽ ട്രാൻസ്ക്രിപ്ഷനിൽ ഈ ഡബിൾ സ്റ്റാൻഡേർഡ് DNA 2 സ്ട്രാൻഡിൽ നിന്നും കോപ്പി പ്രൊഡ്യൂസ് ചെയ്യുന്നില്ല. അതിൽ ഒരു സ്ട്രാൻഡ് മാത്രമേ ടെംപ്ലേറ്റ് ആയിട്ട് ആക്ട് ചെയ്യുകയും ആ സ്ട്രാൻഡിൽ നിന്ന് മാത്രമേ RNA കോപ്പി ആവുള്ളൂ. സോ ആ DNA ഉള്ള ആ ഒരു സ്ട്രാൻഡിലെ ഇൻഫർമേഷൻ മാത്രമേ RNA ആയിട്ട് ട്രാൻസ്ക്രൈബ് ചെയ്യുള്ളൂ. അതാണ് ആ റെപ്ലിക്കേഷനും ട്രാൻസ്ക്രിപ്ഷനും തമ്മിലുള്ള രണ്ടാമത്തെ വ്യത്യാസം. ആദ്യത്തെ വ്യത്യാസം നമ്മൾ പറഞ്ഞു, റെപ്ലിക്കേഷനിൽ അഡനിൻ തൈമീൻ ആയിട്ടാണ് പെയർ ചെയ്യുന്നുണ്ടെങ്കിൽ ട്രാൻസ്ക്രിപ്ഷനിൽ അഡനിൻ യുറാസിലായിട്ടായിരിക്കും പെയർ ചെയ്യുക. രണ്ടാമത്തെ വ്യത്യാസം, റെപ്ലിക്കേഷനിൽ ടോട്ടൽ DNA ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യുന്നുവെങ്കിൽ 2 സ്ട്രാൻഡിൽ നിന്നും ഡ്യൂപ്ലിക്കേറ്റഡ് ന്യൂ ഡോട്ടർ സ്ട്രാൻഡ് ഉണ്ടാകുന്നു എന്നുണ്ടെങ്കിൽ ട്രാൻസ്ക്രിപ്ഷനിൽ ഈ ടെംപ്ലേറ്റിൽ ഒരെണ്ണം മാത്രമേ ടെംപ്ലേറ്റ് ആയിട്ട് ആക്റ്റീവ്, അതുമാത്രം ആ ഇൻഫർമേഷൻ മാത്രം കോപ്പി ചെയ്ത് RNA ആയിട്ട് മാറുന്നുള്ളൂ. ജനറ്റിക് ഇൻഫർമേഷൻ ഒരു സ്ട്രാൻഡിൽ മാത്രമേ RNA ആയിട്ട് ട്രാൻസ്ക്രൈബ് ചെയ്യുന്നുള്ളൂ. ഇതാണ് ആ റെപ്ലിക്കേഷൻ ട്രാൻസ്ക്രിപ്ഷൻ തമ്മിലുള്ള 2 വലിയ വ്യത്യാസങ്ങൾ. രണ്ടും നടക്കുന്നത് ന്യൂക്ലിയസിൽ വെച്ചിട്ട് തന്നെയാണ്. റെപ്ലിക്കേഷൻ നടക്കുന്നത് ന്യൂക്ലിയസിലാണ്, ട്രാൻസ്ക്രിപ്ഷൻ നടക്കുന്നത് സെല്ലിലെ ന്യൂക്ലിയസിൽ വെച്ചാണ്. ഇനി അടുത്ത ചോദ്യം, എന്തുകൊണ്ട് വൈ നോട്ട് ബോത്ത് സ്ട്രാൻഡ് കോപ്പീഡ് ഡ്യൂറിങ് ട്രാൻസ്ക്രിപ്ഷൻ? എന്തുകൊണ്ട് ട്രാൻസ്ക്രിപ്ഷനിൽ ഈ 2 സ്ട്രാൻഡുകളും കോപ്പി ചെയ്ത് RNA ആയിട്ട് മാറുന്നില്ല? റെപ്ലിക്കേഷനെ പോലെ എന്തുകൊണ്ട് ട്രാൻസ്ക്രിപ്ഷനിൽ 2 സ്ട്രാൻഡുകളും ടെംപ്ലേറ്റ് ആയിട്ട് ആക്ട് ചെയ്ത് ആ 2 സ്ട്രാൻഡിൽ നിന്ന് എന്തുകൊണ്ട് RNA ഇൻഫർമേഷൻ കോപ്പീഡ് ആവുന്നില്ല? വൈ നോട്ട് ബോത്ത് സ്ട്രാൻഡ് കോപ്പീഡ് ഡ്യൂറിങ് ട്രാൻസ്ക്രിപ്ഷൻ?